ടൈറ്റാനിയം ഹാർട്ട് അല്ലെങ്കിൽ കൃത്രിമ ഹൃദയം. ഇതിന്റെ കണ്ടുപിടുത്തം ഇന്ന് ആധുനിക വൈദ്യശാസ്ത്ര രംഗത്ത് വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ മൂലമാണ്. 2021 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കിൽ ടോപ്പ് 10 കോസസ് ഓഫ് ഡെത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങളാണ്. എന്നാൽ ഇനി മുതൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളെ ഫലപ്രദമായി തടയാനാകുമെന്നതാണ്. അതായത് ചെറിയ പ്രായത്തിൽ തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ബാധിച്ച് ഇനി മുതൽ ജീവിതകാലം മുഴുവൻ ആ ഹൃദയവുമായി ഇനി നടക്കേണ്ട കാര്യമില്ല എന്നതാണ്. അതായത് ഇനി മുതൽ നിങ്ങൾക്ക് കൃത്രിമമായ ഹൃദയം വെക്കാനാകുമെന്നതാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നതും ടൈറ്റാനിയം ഹാർട്ടിനെ കുറിച്ചാണ്, അതായത് കൃത്രിമമായ ഹൃദയത്തെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏകദേശം 20 മില്യണോളം ആളുകളാണ് ഓരോ വർഷവും ഹൃദയ സംബന്ധമായ കാരണങ്ങൾ മൂലം മരണപ്പെടുന്നത്. ഈ 20 മില്യൺ എന്നത് ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ്. എന്നാൽ ഇന്ന് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് അത്ര തന്നെ മികച്ച ചികിത്സാ രീതികൾ ഇല്ല എന്ന് വേണം തന്നെ പറയാൻ. ഒരു പരിധി വരെ നമുക്ക് റിപ്പയർ ചെയ്ത ഹൃദയവുമായി ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു എന്നതാണ്. നിരന്തരമുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കും കാർഡിയാക് അറസ്റ്റും എത്ര തന്നെ സർജറി ചെയ്താലും പിന്നീടുണ്ടാകുന്ന ഹാർട്ടിന്റെ പ്രവർത്തനക്ഷമതയും നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തെയും ബാധിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ രോഗിക്ക് ജീവിതത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ഒരു വലിയ പരിഹാരം കൂടിയാണ് ടൈറ്റാനിയം ഹാർട്ടിന്റെ കണ്ടുപിടുത്തം എന്നത്. നവംബർ 2024 സിഡ്നിയിലെ വിൻസെന്റ് ഹോസ്പിറ്റലിൽ ഏകദേശം 6 മണിക്കൂറുകളാണ് നീണ്ടു നടന്ന ശസ്ത്രക്രിയയിൽ ഓസ്ട്രേലിയക്കാരനായ 40-കാരനാണ് ശസ്ത്രക്രിയയിലൂടെ ടൈറ്റാനിയം ഹാർട്ട് വെച്ചത്. അദ്ദേഹം വളരെ സിവിയർ ആയ ഒരു ഹാർട്ട് ഫെയിലിയറുമായി വന്ന രോഗിയാണ്. എന്നാൽ കൃത്രിമ ഹൃദയം ശസ്ത്രക്രിയയിലൂടെ ആദ്യമായി വെക്കുന്ന ഒരാളല്ലത്. ഇതിനു മുൻപും സമാനമായ ശസ്ത്രക്രിയകൾ ലോകത്തെങ്ങും നടന്നിട്ടുണ്ട്. പക്ഷേ ഈ ശസ്ത്രക്രിയയിൽ മാത്രമാണ് കൃത്രിമ ഹൃദയം വെച്ച ഒരാൾ ഹോസ്പിറ്റലിൽ വിടുന്നതും 100 ദിവസം ആരോഗ്യവാനായി ഇരിക്കുന്നതും. ഇത് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ വിജയകരമായ നിമിഷമായാണ് കണക്കാക്കേണ്ടത്. കാരണം മനുഷ്യ ശരീരത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം കൂടിയാണ് ഹാർട്ട് എന്നത്. ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് പോലും ഇന്ന് ഹൃദയം കിട്ടാനില്ലാത്ത സാഹചര്യമാണ് കൂടുതൽ. പലപ്പോഴും അവയവത്തിന് വേണ്ടി കാത്തിരിക്കുകയോ കൂടുതലും മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശസ്ത്രക്രിയ ആധുനിക വൈദ്യശാസ്ത്ര രംഗത്ത് ഏറ്റവും വലിയ വിജയമാണ് കണക്കാക്കേണ്ടത്. എന്നാൽ ഇത് എല്ലാവർക്കും ഇപ്പോൾ സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇതിപ്പോൾ കൂടുതലായും ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് അവയവം കിട്ടാനില്ലാത്ത അവസ്ഥയിൽ മാത്രമേ ഈ ടൈറ്റാനിയം ഹാർട്ട് വെക്കുകയുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നിരുന്നാലും ഇതുപോലെയുള്ള രോഗികളിൽ പെർമനന്റ് ആയി തന്നെ കൃത്രിമ ഹൃദയം വെക്കുക എന്നതാണ് അവരുടെ അടുത്ത ലക്ഷ്യം എന്നത്. അതിപ്പോൾ സംഭവിച്ചില്ലെങ്കിലും അത് ഭാവിയിൽ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നടത്തിയ ആദ്യ 5 പേരുടെ സാധ്യതാ പഠനം പോലെയാണ് ഇത് തുടങ്ങിയത്. എന്നാൽ വരും മാസങ്ങളിൽ ഇതിൽ കൂടുതൽ രോഗികളിലേക്ക് ശസ്ത്രക്രിയ വഴി ടൈറ്റാനിയം ഹാർട്ട് വെക്കാൻ പറ്റുമെന്നതാണ് കമ്പനി പറയുന്നത്. എല്ലാ ക്ലിനിക്കൽ ട്രയലുകൾക്ക് ശേഷം, അതായത് 4 മുതൽ 5 വർഷത്തിനകം ഈ ഡിവൈസ്, അതായത് ടൈറ്റാനിയം ഹാർട്ട് എന്ന ഡിവൈസ് ലോകത്തെങ്ങും എത്തിക്കാനാകുമെന്നാണ് കമ്പനി പറയുന്നത്. ഇത് എല്ലായിടത്തും ലഭ്യമാകുന്നതോടെ ഹൃദയ സംബന്ധം മൂലം മരണം സംഭവിക്കുന്നതിനെ നമുക്കൊരു പരിധിവരെ തടയാനാകുമെന്നതാണ്. ഇനി നമുക്ക് ഈ ടൈറ്റാനിയം ഹാർട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും സാധാ ഹൃദയവുമായി എന്ത് വ്യത്യാസമാണ് ഈ ടൈറ്റാനിയം ഹൃദയത്തിലുള്ളതെന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വൈവാക്കോർ എന്ന കമ്പനിയാണ് ആർട്ടിഫിഷ്യൽ ടൈറ്റാനിയം ഹാർട്ട് നിർമ്മിച്ചത്. പ്രധാനമായും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ 2 പേരാണ്. ഇവരുടെ ഒരു ടീമാണ് ഈ കൃത്രിമ ഹൃദയം നിർമ്മിച്ചത്. ഈ ടൈറ്റാനിയം ഹാർട്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ സാധാ ഹൃദയം പോലെയല്ല. നമ്മുടെ സാധാ ഹൃദയം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതായത് നമ്മുടെ ശരീരത്തിലെ രക്തത്തിനെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത് ഹൃദയമാണ്. പ്രധാനമായും നമ്മുടെ ഹൃദയത്തിന്റെ ഘടന എന്നത് 4 അറകളോട് കൂടിയവയാണ്. ഇത് ചുരുങ്ങുമ്പോഴും വികസിക്കുമ്പോഴുമാണ് നമ്മുടെ ഹൃദയത്തിലെ രക്തത്തിന് നമ്മുടെ മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് എത്താൻ കഴിയുന്നത്. എന്നാൽ ഈ ആർട്ടിഫിഷ്യൽ ഹാർട്ടിന്റെ പ്രവർത്തനവും ഘടനയും ഇതുപോലെയല്ല. ഈ ആർട്ടിഫിഷ്യൽ ഹാർട്ട് ബീറ്റ് ചെയ്തല്ല നമ്മുടെ ശരീരത്തിലേക്ക് രക്തത്തിനെ എത്തിക്കുന്നത്. ആ ഡിവൈസിനുള്ളിൽ കറങ്ങുന്ന ഒരു ഡിസ്ക് ആണ് ഹാർട്ടിലേക്ക് എത്തുന്ന രക്തത്തിനെ മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് പ്രവർത്തിക്കുന്നത് അതിലെ ഒരു മാഗ്നറ്റിന്റെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിവൈസ് വെക്കുന്നതോടുകൂടി സാധാ ഹൃദയത്തിന്റെ വാൽവുകൾ അടയുന്ന ശബ്ദവും നമുക്ക് കേൾക്കാനാകില്ല എന്നതാണ്. അതുപോലെ തന്നെയാണ് ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്നത്. ടൈറ്റാനിയം മെറ്റീരിയൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ലൈറ്റ് വെയിറ്റും ഒരുപാട് നാൾ കേടുപാട് കൂടാതെ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഇതിനു മുൻപ് പല രോഗികളിലും മൃഗങ്ങളുടെ ഹൃദയം വെച്ച് പരീക്ഷണം നടത്തിയിരിക്കുന്ന കാര്യം നമ്മൾ കേട്ടിരിക്കുമല്ലോ. ജനുവരി 22 US-ലെ മേരിലാൻഡ് മെഡിക്കൽ സെന്ററിൽ പന്നിയുടെ ഹൃദയം മനുഷ്യൽ വെക്കുകയും അത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ ഏകദേശം 2 മാസത്തിന് ശേഷം അയാൾ മരണപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ ടൈറ്റാനിയം ഹാർട്ട് എത്ര നാൾ മനുഷ്യ ശരീരത്തിൽ നിലനിൽക്കുമെന്നതിന് ഇപ്പോഴും പറയാറായിട്ടില്ല എന്നതാണ്. ലാബുകളിൽ ഇത് 4 വർഷത്തിന് മുകളിൽ നിലനിൽക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യ ശരീരത്തിൽ ഇപ്പോൾ നടത്തിയ ശസ്ത്രക്രിയയിൽ 100 ദിവസം എന്നത് ഒരു വലിയ റെക്കോർഡ് തന്നെയാണ്. എന്നാൽ ഇനിയുള്ള ക്ലിനിക്കൽ ട്രയലുകളിൽ ഇതിന്റെ കാലാവധി, അതായത് എത്ര നാൾ മനുഷ്യ ശരീരത്തിൽ നിൽക്കുമെന്നത് പറയാനാകുമെന്നതാണ് കമ്പനികൾ പറയുന്നത്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഹാർട്ടുകളുടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇമ്മ്യൂൺ റിജക്ഷൻ ആണ്.
ഇമ്മ്യൂൺ റിജക്ഷൻ എന്നാൽ ഈ ഹാർട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ശരീരം മറ്റെന്തോ ഫോറിൻ വസ്തുവായി ഹാർട്ടിനെ കണക്കാക്കുകയും അവിടെ അതിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ്. എന്നിരുന്നാലും മറ്റ് ഹൃദയങ്ങൾ, അതായത് പന്നികളുടെയും മറ്റ് മൃഗങ്ങളുടെയും ഹൃദയങ്ങൾ വെക്കുന്നതിനേക്കാളും വളരെ റിസ്ക് കുറവാണ് ആർട്ടിഫിഷ്യൽ ഹൃദയങ്ങൾക്കെന്നത്. അത് മാത്രമല്ല, ഈ ഡിവൈസിന് എപ്പോഴും ഒരു എക്സ്റ്റേണൽ ബാറ്ററി പവർ വേണമെന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോഴും ഈ ബാറ്ററികൾ ചാർജ് ചെയ്യുക എന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒന്നാണ്. എന്നിരുന്നാലും ഇപ്പോഴുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പരിഹാര മാർഗമാണ് ഈ ടൈറ്റാനിയം ഹാർട്ടിന്റെ കണ്ടുപിടുത്തമെന്നത്. ഈ ടൈറ്റാനിയം ഹാർട്ട് കൂടുതൽ വ്യാപകമാകുന്നതോടുകൂടി ഒരുപാട് രോഗികളുടെ ജീവൻ നിലനിർത്താൻ കഴിയുമെന്നത് മനുഷ്യന്റെയും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെയും മികച്ച ഒരു നേട്ടം തന്നെയാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി വരുന്നവരെ